ഇതിനെ ശരിക്കും നല്ല അടിപൊളി ചില്ലിയാക്കി എടുക്കുന്ന സംഭവമാണ്. ചില്ലി എന്താ സംഭവം നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ, ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സംഗതി എന്ന് പറഞ്ഞാൽ കണ്ടാൽ ചിലപ്പോൾ ഞെട്ടും, ഒരു വലിയൊരു സംഭവമാണ്. എന്താ കിങ് ക്രാബ്. താൻ ജീവനുണ്ടാ ഉണ്ടാ അരിക്കലുണ്ടാ. അപ്പോൾ ഈ കിങ് ക്രാബിനെ ചില്ലിയാക്കലാണ് നമ്മുടെ പരിപാടി. ഒന്നും കൂടി ഉണ്ട്, എടുത്തിട്ട് കിട്ടില്ല. കുടുങ്ങിയാലേ രണ്ടും ജീവനുണ്ട് കേട്ടോ. നമ്മൾ ദുബായ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്, ഫിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എന്താ എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ? എൻ്റെ കാലൊക്കെ നോക്കിയല്ലേ ഉണ്ടാ. ഇതിലൊക്കെ കൈയെങ്ങാനും പെട്ടാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. അതെ, ഇതൊരു വ്യത്യസ്തമായൊരു ക്രാബാണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്രാബാണിത്. അപ്പോൾ ഇതിന് നമ്മളിന്ന് ചില്ലിയാക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്തിനാ ശേഷാ ചില്ലിയാക്കല്ലേ? അതെ, നമ്മൾ 2 കറി 2 ഗ്രില്ല് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചില്ലി നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഫുൾ ചില്ലിയാണ് ഇത്. സംഭവം നല്ല സ്ട്രോങ് ആട്ടാ. ഇതിപ്പോൾ വെള്ളമില്ലാണ്ടാണ്. വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് കരിക്കുന്നുണ്ടാ. സംഭവം ഉണ്ടാ. നമ്മളങ്ങോട്ട് മാറിയാൽ ചിലപ്പോൾ ആയിരിക്കും എടാ. അപ്പോൾ നമുക്കിതിനെ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ടല്ലോ അല്ലേ? നല്ല വൃത്തിയായി ഉരച്ച് കഴുകണം. ഇവിടെയൊക്കെ പാസാറാണ്, പാസാറ് പാസാർ പായൽ വെളുത്ത് വരുന്നുണ്ട്. അതാ ഇതൊക്കെ പായലാണ്. ഇത് നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ ചില്ലിയാക്കി എടുക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന് കൈകാര്യം ചെയ്യാൻ. നമ്മുടെ നാട്ടിലുള്ള ഞണ്ടിനെ പോലെ അല്ല ഇത്. ഇതിൻ്റെ ഈ കൊമ്പിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്, ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇത് ചില ഭാഗത്തെ കടൽ തീരങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനത്തിന്. അപ്പോൾ നമുക്ക് എന്തായാലും അല്ലേ ഇത് ഷട്ടർ തുറക്കണം, അടയ്ക്കണം. ഇതല്ല ഇതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനെന്തായാലും നല്ല അടിപൊളിയായിട്ട് ചില്ലിയാക്കി എടുക്കാം. ശരിക്കോ? നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം. നല്ലോണം ഉരച്ച് കഴുകാൻ കണ്ടത് പാസാറുണ്ടാവും ഉള്ളിലൊക്കെ. സംഭവം നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇതിനെ പതുക്കെ പൊളിക്കണം. ഇതിൽ പൊല്ലുണ്ടാവുമോ? ഇതിൽ ഭയങ്കര വില ഉണ്ടത്. പൊട്ടാണ്ട് എടുക്കണം. ഒരുപാട് സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഇതിനകത്ത്. ഇതൊക്കെ വേസ്റ്റാണെന്നല്ല, ഈ സാധനങ്ങളൊക്കെ വേസ്റ്റാണ്. നമുക്ക് ഈ ഓട് നമുക്ക് വേണം. ഇതിലൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊക്കെ എന്താ അതില്ലേ മണ്ടതിൻ്റെ വലിയ ഓടാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട് സാധനം. ഇത് നോക്ക്, ഇതൊരു തൊപ്പി പോലെ ഇട്ട് തരട്ടെ എനിക്ക് അല്ലേ? ഹെൽമെറ്റ് പോലെ. ഇതിൻ്റെ ഇതുപോലെ തണ്ടാ, ഇതൊരു ഓക്സിജൻ ഫിൽറ്റർ പോലൊരു സാധനമാണ്. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. ഇതൊന്നും വേണ്ടാത്ത. പിന്നെ ഇവിടെ കുറച്ച് പൊന്നുണ്ട്, അത് നമുക്ക് കിടക്കണ്ട, അവിടെ ഇരിക്കട്ടെ. നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഞണ്ടിനെ കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓടും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അല്ലേ? നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലവർ പൊടി, ഇങ്ങനെ നമ്മുടെ മെയിൻ സാധനം കുരുമുളക് പൊടി,
ഉപ്പ് ഒരല്പം കൂടി ഇരുന്നാലും കുഴപ്പമില്ല. ഒരല്പം നാരങ്ങ, ഇനി ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഞണ്ടിലേക്ക് ഇതിനെ നല്ല സൂപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ലോണം നമുക്ക് റെസ്റ്റിന് വെക്കണം ഇതിന്, എങ്കിൽ മാത്രമേ ഇത് പിടിക്കുള്ളൂ. അടുത്തത് എന്താ വലിയ ഓട്ട കണ്ണാണ്ടാ, ഈ ഓട്ടൻ്റെ ഉള്ളിലൊക്കെ മസാല ശരിക്ക് ഉള്ളിലേക്ക് ഇറക്കണം, എങ്കിലേ ഉള്ളിൽ മസാല പിടിക്കുള്ളൂ. നല്ല മസാല കുളിപ്പിച്ച് കിടത്തിയിട്ട് ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റിലിരിക്കട്ടെ. നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോണ്. നമ്മുടെ കർപ്പൂരം ഇവിടെ കിട്ടണ വലിയ പാടാം. ഈന്തപ്പനൻ്റെ ഓലയാണ് നമുക്ക് കർപ്പൂരമായി ഉപയോഗിക്കും. പിടിക്കട്ടെ. അങ്ങനെ നമ്മുടെ തീ നല്ല അടിപൊളിയായിട്ട് കത്തുന്നത് നമുക്കൊരു ഉരുളി വെച്ച് ഓയിൽ. നമുക്ക് ചില്ലി ആകണമെങ്കിൽ നല്ലോണം ഓയിൽ വേണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. മതി. നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ട് തോന്നുന്നു. 2 ഒരുമിച്ചിടാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സംശയാസ്പദമായ സാഹചര്യമാണ്. ഒന്നേ പറ്റുള്ളൂ. ഓരോന്നാലും നിൽക്കിട്ടെടുക്കണം. എണ്ണ പതുക്കെ നല്ല കുറച്ച് മുകളിലാക്കിയിട്ടാൽ നന്നായിരിക്കും. കൊന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ 2 ചില്ലിയൊക്കെ ആക്കുമ്പോൾ വടി വെക്കണം. കൊഴുപ്പും അടിപൊളി. വെച്ചിട്ട് 2 ഭാഗം നമ്മൾ ഉപയോഗിച്ചു. ആഹാ, അടിപൊളി. നമ്മളൊരു 10-20 മിനിറ്റ് ആയത് ഇട്ട് എടുക്കാമല്ലോ കരുതേ. അടിപൊളിയായിട്ട് സംഭവം നല്ലോണം ശുദ്ധിയായിട്ടുണ്ട്. എണ്ണയുണ്ടാവും ഉള്ളിലൊക്കെ. പൊളി അല്ലേ? അടുത്ത ഞണ്ടിനെയും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. നമ്മുടെ രണ്ടാമത്തെ ഞണ്ടും ആയിട്ടുണ്ട്. ഫുള്ള് എണ്ണയാണത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ തലകെട്ടും. ഞണ്ടിപ്പോൾ കാണാൻ തന്നെ ഒരു ചന്തമായില്ലേ? ഇനി നമുക്ക് ഇപ്പം 2 ക്യാപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ രതീഷേ? അതെ. അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കപ്പ് നമുക്ക് വേണ്ട. അതെ. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ കഴിക്കുക പറഞ്ഞാലാണ് ഇപ്പോൾ വലിയ സംഭവം കേട്ടോ. ചെറിയ കാലിൽ നിന്നായി തുടങ്ങാം അല്ലേ? ആഹാ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഊരി എടുത്തിട്ടാണ്. അയ്യോ, കാണാനില്ലല്ലോ. ഞാൻ വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിക്കറിയാം. ആഹാ, ഉള്ളിൽ കണ്ട സാധനം കിടക്കുന്നതാണ്. അടിപൊളിയല്ലേ? സംഭവം സൂപ്പർ ഇട്ടാ. ഇതിൻ്റെ ഉപ്പുമുളക് ഉള്ളിൽ കയറിയിട്ടാ. ഇത് ഞണ്ട് എനിക്കറിയാതെ
പൊട്ടിക്കേണ്ട വരുന്നുള്ളത്. അതാണ് ഞാൻ ചുറ്റി കയറിയിട്ട് വന്നത്. സംഭവം പൊളിട്ടാ. വലുത് കടിച്ചു നോക്കണം. കടിക്ക് മോനെ ഞണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ഒട്ടുപോലെ ഇട്ടുള്ളതാണ്. ശരിക്കും ഞണ്ടിൻ്റെ തനതായ രുചി ഇതാ. അതിൽ ചെറിയൊരു മസാലയും കഴിച്ചു നോക്ക്. സൂപ്പർ, അടിപൊളിട്ടാ അല്ലേ? നമ്മൾ ഞണ്ട് കറി വെച്ചൊക്കെ അതിന്റെ മസാല ഇതല്ലേ, പക്ഷെ ഞണ്ടിന്റെ രുചി ഇപ്പോഴാണ് അറിയുന്നത്. അതിന്റെ മാംസത്തിന്റെ. അതെ. അപ്പോൾ ഇത് നമുക്ക് മാത്രം തിന്നാ പോരാ, നമ്മൾ കുറേ സുഹൃത്തുക്കളുടെ ഇവിടെ അവരും കൂടി നമുക്ക് വിളിക്കാം. അതെ, ഇതൊക്കെ എക്സ്പെൻസീവായ സാധനങ്ങളാണ്, ടേസ്റ്റ് ചെയ്യാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് ആളുകളുണ്ട്, അവരും കൂടി വിളിക്കാം. വെരി സപ്പുറത്തുക്കാ നൗഷാക്ക വരും. കമോൺ കമോൺ എവരിബഡി. വാ ബിബി വാ വാ വാ, ടേസ്റ്റ് നോക്ക്. ഞങ്ങൾ പൊട്ടിച്ചു തരാം, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കഴിച്ചു നോക്കി, സംഭവം സൂപ്പർ ഉണ്ട്. പ്രതീക്ഷിച്ചതിനെക്കാളും അടിപൊളി. ടേസ്റ്റ് നോക്കൂ. ഞങ്ങൾ അപ്പോഴേക്കും സാധനങ്ങൾ എത്തിക്കാം. നൗഫിൽക്കാ അൽ മുദീർ നൗഫിൽക്കാ, നീ അറബി എന്തെങ്കിലും പഠിച്ചിട്ട് രതീഷ ഇവിടെ വന്നിട്ട്? എന്ത് ഫസ്റ്റ് അല്ല് ചേർക്കുക. അല്ല് ചേർക്കാൻ പഠിച്ചു അല്ലേ? അൽ ഷാർജ. അതെ, അൽ ഷാർജ, അൽ ദുബായ്, ഷാർജ. സംഭവമുണ്ട്. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? സപ്പുറത്തുക്കാ ടേസ്റ്റ് എങ്ങനെയുണ്ട്? പിടുത്തം ടേസ്റ്റ് നന്നായിട്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ കറക്റ്റ് ആ മസാലയും കുറച്ച് കൈയുടെ അകത്തോടെ ഇറങ്ങിയിട്ടേ നോക്കിയേ, എത്ര വലിയ സംഭവം നോക്കിയേ അല്ലേ? വിലക്കുള്ള ടേസ്റ്റ് ഉണ്ട്. വിലക്കുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നീണ്ടു പോലെയല്ല. ശരി, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ റെഡിയാക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങൾ കഴിക്കലാണ് നമ്മുടെ സന്തോഷം. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ കഴിക്കുന്നത് മാത്രം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ സംഭവം എന്നാലും അടിപൊളിയായിരുന്നു. ഓരോ ഭാഗത്തും ഓരോ ടേസ്റ്റ്, ഓരോ സൈഡിലും അല്ലേ? മസാല ടേസ്റ്റ്, അതുപോലെ തന്നെ മീറ്റിൻ്റെ ടേസ്റ്റ്, അങ്ങനെ വ്യത്യസ്തമായ ടേസ്റ്റ് രുചിയായിരുന്നു. ഇതൊരു പീസ് നമ്മൾ എടുത്ത് വെച്ചാൽ നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് കഴിക്കും. ഈ സാധനങ്ങളൊക്കെ ഇത് നമ്മുടെ അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ജർജർ എന്നാണ്. ജർജർ അല്ലേ? ആ, ജർജർ. ഇത് ശരിക്കും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള സാധനങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് പതുക്കെ ഇരുന്ന് വളരെ ക്ഷമയോടെ കഴിക്കാൻ പറ്റുള്ളത്. അതാണ് ഞണ്ടിൻ്റെ ഒരു ബേജാറ് കാണിക്കാൻ പറ്റില്ല. സമയമെടുത്ത് കഴിക്കാം. സമയമെടുത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും. തൊട്ട് നമ്മൾ ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.